നമസ്കാരം. ഈ ഇപ്പോൾ എൽ ഡി എഫിലെ പ്രശ്നം ആകെ 35 MLA ഉള്ളൂ. അവർക്കൊരു പ്രതിപക്ഷ നേതാവില്ല. അല്ല, ഇതിൽ കഴിവുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് ഉണ്ടല്ലോ, ബാലഗോപാലനും മറ്റൊരു. പിന്നെ കഴിവുള്ളവരെല്ലാം നിങ്ങൾ തോൽപ്പിച്ചല്ലോ. അത് പിണറായിയുടെ ഒരു ഇതുകൊണ്ടല്ലേ, അത് പിണറായിയുടെ പ്ലാനും എല്ലാം കൊണ്ടായപ്പോൾ നിങ്ങൾ കഴിവുള്ളവരെല്ലാം നിങ്ങൾ തോൽപ്പിച്ചു. ഇനി ഉള്ളവർ ഇവരൊക്കെ ഉള്ളൂ. അവരാരും ഒരാൾ പ്രതിപക്ഷ നേതാവാകട്ടെ. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അത്ര റിസ്ക്കുള്ള പണിയൊന്നും അല്ലല്ലോ. എന്തിനാ ഈ പിണറായിയുടെ പുറകെ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് ആകാവോ എന്ന് ചോദിച്ചാൽ നടക്കേണ്ട? അയക്കും മനസ്സിലാഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ, പ്രതിപക്ഷ നേതാവായി വരും. പിന്നെ ഇത് പിന്നെ നശിക്കും കേട്ടോ. CPM പിന്നെ നശിക്കും. CPM ഇനി വളർന്നു വരണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെയും ഗോവിന്ദനെ പോലുള്ളവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക. ഇനിയെങ്കിലും നിങ്ങളെന്ത് ഇത് പഠിക്കാത്ത എന്താ? ഈ കിട്ടിയൊന്നും പോരെ. പിണറായി വിജയനാണ് ശരിക്കും പാർട്ടി നശിപ്പിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അണികളും അത് പിന്നെ മനസ്സിലാക്കുക. പിന്നെ പ്രതിപക്ഷ നേതാവാകാമെന്ന് ചോദിച്ചു കുറേ നടക്കുക. അയാൾ ഡിമാൻഡ് വെക്കുക. ഇനി ഈ 82-ാം വയസ്സിൽ എന്ത് പ്രതിപക്ഷ നേതാവായിട്ട് സംസാരിക്കാനുള്ള കാര്യത്താണ് ഇങ്ങനെയൊക്കെ ഉള്ളത്? എന്തെങ്കിലും ഒന്ന് വായോടുത്ത് സംസാരിക്കാൻ ഇയാൾക്ക് അറിയാമോ? ഇയാൾക്ക് പറ്റുമോ? പിന്നെ എന്തിനാ ഈ പ്രതിപക്ഷ നേതാവ് ആക്കാൻ വേണ്ടി നിങ്ങൾ നടക്കുന്നുള്ളത്? എനിക്ക് സത്യം ഞാൻ മനസ്സിലാകുന്നത് നിങ്ങളെന്നും CPM എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു ആയിട്ട് നല്ല രീതിയിൽ ഇത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്താലേ ഇത് വരത്തുള്ളൂ. കോൺഗ്രസ് എങ്ങനെ ഭരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കോൺഗ്രസ് അതിൻ്റെ രീതിയിലൊക്കെ പോകും. പക്ഷേ എത്രത്തോളം ജനങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത പ്രാവശ്യം 2031 കയറി വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BJP കയറി, നിങ്ങൾ കരുത്തോറാണെങ്കിൽ BJP കയറി വരും, ഉറപ്പാണ്. അതുകൊണ്ട് നല്ല നല്ല നേതാക്കന്മാരെ നിങ്ങൾ ഈ ആദ്യ ഗുണ്ടായുസും ഒക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഒരു നല്ല പാർട്ടി രൂപീകരിക്കുക. നല്ല ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വെച്ച് നല്ലൊരു പാർട്ടി രൂപീകരിച്ച് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുപോകുക. ഈ പാർട്ടി നശിപ്പിക്കുന്നവരെല്ലാം ഒഴിവാക്കുക. മാറി നിൽക്കാൻ പോലെ അവരോട്. എന്തിനാണ് ഇവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്? പാർട്ടി നശിപ്പിക്കുന്നവരാണ് നിങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. പ്രതിപക്ഷം എന്തായാലും ഇവിടെ ആവശ്യം തന്നെയാണ്. ഭരണപക്ഷത്തിൻ്റെ തോന്നിവാസങ്ങളെല്ലാം പ്രതിപക്ഷം എടുത്ത് പറയണം, എന്നാലേ പ്രതിപക്ഷം ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. നാടിൻ്റെ ഗുണത്തിനും ജനങ്ങളുടെ ഗുണത്തിനും വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ.